പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിമാർ പഠിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കാനിങ് പ്രഭുവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. കാനിങ് പ്രഭു 1856 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായി നിയമിക്കപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം 1858 നവംബർ 1 മുതൽ അല്ലെങ്കിൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കാനിങ് പ്രഭു എന്തായിട്ട് മാറി? ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയി മാറി. വൈസ്രോയായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെ ഗവർണർ ജനറൽ ആയിരുന്ന സമയത്ത് പൂർണ്ണ സ്വതന്ത്ര അധികാരമാണ് ഉണ്ടായിരുന്നത്. വൈസ്രോയി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ. അപ്പോൾ വൈസ്രോയി എന്ന് പറയുന്ന സ്ഥാനത്തുള്ള വ്യക്തി ഏതെങ്കിലും ഒരു നയപരമായ തീരുമാനം എടുക്കുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് നടപ്പിലാക്കും. പക്ഷേ ആരുടെ അനുമതി വാങ്ങിച്ചിരിക്കണം? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അനുമതി വാങ്ങിച്ചിരിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വതന്ത്ര അധികാരമുണ്ട്. വൈസ്രോയി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് പ്രവർത്തിക്കുക. ഗവർണർ ജനറൽക്ക് തുല്യമായ പോസ്റ്റ് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയാം. വൈസ്രോയ്ക്ക് തുല്യമായ പോസ്റ്റ് പ്രധാനമന്ത്രി എന്നും. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത നമ്മൾ പറയുന്നു, നമ്മുടെ കാനിങ് പ്രഭു കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ബാക്കിയാണ് ഇന്നേ ദിവസം നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുക. കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്ത് 1860 ഏപ്രിൽ 7 ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതെന്താ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാതെ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര കച്ചവട സ്ഥാപനമാണ്. അവരെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ നിന്ന് പരമാവധി എത്ര നികുതി കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നികുതി കളക്ട് ചെയ്ത് അവരെന്ത് ചെയ്യും? അവരുടെ വരുമാനം വർദ്ധിപ്പിക്കും. നിങ്ങൾക്കറിയാമോ ഏതെങ്കിലും ഒരു സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനം ബഡ്ജറ്റ് അവതരിപ്പിക്കുമോ അടുത്ത വർഷത്തേക്ക്? ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സാധ്യതയില്ല. ടാക്സ് റിപ്പോർട്ടൊക്കെ സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. അതായത് വരവ് ചെലവ് കണക്കുകൾ സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റിന് കൊടുക്കണം. പക്ഷേ മുൻകൂട്ടി ഇത്ര നമുക്ക് വരുമാനം വരും, ഇത്ര ചെലവ് വരുമെന്ന് ഡോക്യുമെന്റ് ആയിട്ട് പുറത്താക്കാറൊക്കെ ഉണ്ടോ? ഇല്ല. പക്ഷെ അവരുടെ പ്ലാനിങ്ങിൽ ഉണ്ടാവും ഇത്ര വരുമാനം വേണമെന്നൊക്കെ. ശരിയല്ലേ? എന്നാൽ 1858 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായത്തിന്റെ ആവശ്യമില്ല. 1858 നവംബർ 1 ശേഷം ഇന്ത്യയുടെ ഭരണം ആരുടെ കയ്യിലാ? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കയ്യിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലാകുമ്പോ ഇന്ത്യയുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി എന്ത് ചെയ്യണം? അവതരിപ്പിക്കപ്പെടണം. അങ്ങനെയാണ് 1860 ഏപ്രിൽ 7 ഇന്ത്യയിലേക്ക് വേണ്ടി ആദ്യമായ ഒരു ബഡ്ജറ്റ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അവതരിപ്പിച്ചു എന്നേ നമ്മൾ പറഞ്ഞോളൂ, പാസ്സാക്കി എന്ന് പറഞ്ഞില്ല. അത് ദയവായി ഓർമ്മിക്കുക. ആദ്യമായി അവതരിപ്പിച്ചു. അവതരിപ്പിച്ചത് ആരാണ്? ജെയിംസ് വിൽസൺ ആണ്. അതുകൊണ്ട് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവായിട്ടൊക്കെ നമ്മൾ ആരെ വിളിക്കാറുണ്ട്? ജെയിംസ് വിൽസനെ വിളിക്കാറുണ്ട്. ഈ 1860 ഏപ്രിൽ 7 ജെയിംസ് വിൽസൺ അവതരിപ്പിച്ച ബഡ്ജറ്റ് നടപ്പിലാക്കുവാൻ ബ്രിട്ടീഷ് പാർലമെന്റ് അനുമതി നൽകിയത് ഏത് വർഷമാണ്? 1869 ഓക്കെ ഓക്കെ, സംശയം ഉണ്ടാവരുതേ. അപ്പൊ 1860 ഏപ്രിൽ 7 ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ. ഈ ബജറ്റ് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ച് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടത് ഏത് വർഷം? 1869. ആ ഒരു ഡിലേ ഉണ്ടായിരുന്നു. കാരണം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വകുപ്പ് തല വിഭജനം വേണം ആദ്യം. നമ്മുടെ കാനിങ് പ്രഭു വകുപ്പ് തല വിഭജനത്തിന്, അതായത് വകുപ്പ് തല ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചെങ്കിലും ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിക്കണം. അപ്പൊ പ്രത്യേകിച്ച് വകുപ്പുകൾ രൂപീകരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ? ആ വകുപ്പുകൾക്ക് രൂപീകരിച്ചിട്ട് നയപരമായ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടല്ലേ ബഡ്ജറ്റ് നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. ഇനി എപ്പോഴാണ് ഈ വകുപ്പ് തല വിഭജനത്തിന് അല്ലെങ്കിൽ വകുപ്പ് തല ഭരണത്തിന് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ചതെന്ന് തൊട്ടടുത്ത് നമ്മൾ പഠിക്കും. അതുകൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് പ്രാബല്യത്തിൽ വരാൻ, ബഡ്ജറ്റ് അംഗീകരിക്കാൻ ഡിലേ വന്നത്? ഓക്കെ, ഇനി 1860 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ആദായ നികുതി വകുപ്പ് ആരംഭിച്ചു, അഥവാ ആദായ നികുതി ആരംഭിച്ചു. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ആദായ നികുതി വകുപ്പ് ആരംഭിച്ചത് അല്ലെങ്കിൽ ആദായ നികുതി ആരംഭിച്ചത് ഏത് വർഷം? 1860 ആരുടെ കാലഘട്ടത്ത്? കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്ത്, കാനിങ് വൈസ്രോയി ആയിരുന്ന കാലഘട്ടത്ത്. കാനിങ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലഘട്ടത്ത് 1858 അദ്ദേഹം എന്ത് ചെയ്തു? വരുമാന നികുതിക്ക് തുടക്കം കുറിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? 1858 നമ്മുടെ കാനിങ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന സമയത്താണ് എന്ത് ആരംഭിക്കുന്നത്? വരുമാന നികുതിക്ക് തുടക്കം കുറിക്കുക. ഇന്ത്യയിൽ ആദ്യമായി വരുമാന നികുതി ഏർപ്പെടുത്തുക. അതേ തുടർന്ന് വിപ്ലവം നടന്ന
അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തപ്പോൾ ഇന്ത്യക്കാരുമായി ഉദാരമായ വ്യവസ്ഥകളാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യം വരുമാന നികുതി ഏർപ്പെടുത്തി എനിക്ക് ആകെ എത്ര വരുമാനമാണ് കിട്ടുന്നത് അതിന്റെ നിശ്ചിത ശതമാനം ടാക്സ് അടയ്ക്കണം. എന്നാൽ 1860 വരുമാന നികുതിക്ക് പകരം എന്ത് കൊണ്ടുവന്നു? ആദായ നികുതി കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ എന്റെ ആദായം, അതായത് ചിലവ് കഴിഞ്ഞിട്ടുള്ള വരുമാനം എത്രയാണോ അതിന് മാത്രം എന്ത് ചെയ്താൽ മതി? ഞാൻ ടാക്സ് അടച്ചാൽ മതി. രണ്ടും രണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ആദായ നികുതി ആരംഭിച്ചത്, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ആരംഭിച്ചത് 1860 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി വരുമാന നികുതി ഏർപ്പെടുത്തിയത് 1858 രണ്ടുമാരുടെ കാലഘട്ടത്തിൽ തന്നെ, കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അടുത്ത് പറയുന്നു 1860 ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ രൂപീകരിച്ചു. IPCCP, ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ. പലപ്പോഴും നമ്മൾ ചുരുക്കിയാണ് പറയുക IPCCP. ഓക്കെ, ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ. ക്രിമിനൽ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന അടിസ്ഥാന നിയമം രൂപവൽക്കരിച്ചു അഥവാ പാസാക്കി. ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എവിടെ ഓർമ്മ വരുന്നുണ്ടല്ലേ? അതേന്നേ, 1834 മെക്കാളെ നിയമ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് രൂപീകരിച്ചത്? 1860 ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ രൂപീകരിക്കുക. നമ്മൾ വില്യം ബെന്റിക് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ, 1834 മെക്കാളെ അധ്യക്ഷനായി 2 കമ്മീഷനെ നിയമിച്ചു. ഒന്ന് വിദ്യാഭ്യാസ കമ്മീഷൻ, 2 നിയമ കമ്മീഷൻ. 1834 നിയമിക്കപ്പെട്ട മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് 1835 അത് മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെട്ടു. 1834 നിയമിക്കപ്പെട്ട രണ്ടാമത് കമ്മീഷനായ മെക്കാളെ നിയമ കമ്മീഷന്റെ റിപ്പോർട്ട് 1860 എന്ത് ചെയ്യുക? രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ പാസ്സാക്കുന്നത്. ആ മെക്കാളെ നിയമ കമ്മീഷന്റെ റിപ്പോർട്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു? IPCCP, ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ. ഓക്കെ, അതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 2023 ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നത് വരെ ഇന്ത്യയിൽ ഉപയോഗിച്ചത് ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു. കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, വിചാരണ ചെയ്യാൻ ശിക്ഷ നൽകുവാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു. അതിന് പകരമാണ് ഭാരതീയ ന്യായ സംഹിത വന്നത് 2023 തൊട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യൻ പീനൽ കോഡ് രൂപീകരിച്ചത് 1860 ആ ഇന്ത്യൻ പീനൽ കോഡ് പ്രാബല്യത്തിൽ വന്നത് അഥവാ നിലവിൽ വന്നത് 1862 ജനുവരി മാസം 1-ാം തീയതി. ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയത് 1860, അല്ലെങ്കിൽ രൂപീകരിച്ചത് 1860, നിലവിൽ വന്നത് 1862 ജനുവരി 1-ന്. ആകെ 23 അധ്യായങ്ങളും 511 വകുപ്പുകളും അതിലുണ്ടായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണ് അടിമക്കച്ചവടം നിരോധിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അടിമക്കച്ചവടം നിരോധിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്ന വർഷമായിരിക്കില്ലേ അടിമക്കച്ചവടം നിരോധിക്കുക? ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്ന വർഷമല്ലേ? അതെ, ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്ന 1862 മുതൽ ഇന്ത്യയിൽ അടിമക്കച്ചവടം നിരോധിച്ചു. അടിമകളുടെ കച്ചവടം നിരോധിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ അടിമയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതേനെ, പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അടിമത്ത നിയമം പാസ്സാക്കിയത്, ഇന്ത്യൻ അടിമത്ത നിയമം പാസ്സാക്കിയത് എന്നായിരുന്നു. അതായിരുന്നു ചോദ്യം. ഇന്ത്യൻ അടിമത്ത നിയമം പാസ്സാക്കുന്നത് 1843 1843 ശരിയാണേ. അപ്പൊ ഇന്ത്യൻ അടിമത്ത നിയമം പാസ്സാക്കിയത് 1843 ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിമ കച്ചവടം നിരോധിക്കുന്നത് എന്നാണ് 1862. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഓർമ്മ വരും, തിരുവിതാംകൂറൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, തിരുവിതാംകൂറിൽ ഇതിനു മുമ്പ് തന്നെ അടിമ കച്ചവടം നിരോധിച്ചു അല്ലേ? ആന്നേ, തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം നിരോധിക്കുന്നത് 1812 റാണിഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിൽ. റാണിഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്താണ് തിരുവിതാംകൂറിൽ എന്ത് ചെയ്യുന്നത്? അടിമക്കച്ചവടം നിരോധിക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ പ്രവിശ്യകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യയിലെ പ്രവിശ്യകളിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആധിപത്യത്തിന് കീഴിലുള്ള ഭൂപ്രദേശത്ത് എന്താ ചെയ്യുക? അടിമക്കച്ചവടം നിരോധിക്കുന്നത് 1862 1862 എപ്പോഴ്? ഇന്ത്യൻ പീനൽ കോഡ് പ്രാബല്യത്തിൽ വരുമ്പോൾ. ഓക്കെ, ഇനി ഇന്ത്യൻ അടിമത്ത നിയമം പാസ്സാക്കിയത് ആരായിരുന്നു? എല്ലൻ ബറോ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ അടിമത്ത നിയമം 1843 പാസ്സാക്കിയതാണ്
എല്ലൻ ബറോ പ്രഭു ആണ് എന്ന കാര്യം മറക്കാതിരിക്കുക. ക്ലിയർ? യെസ്, നമ്മൾ ആൾറെഡി പഠിച്ചതാണ്, നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുന്നു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? 1860 ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ രൂപീകരിച്ചു അഥവാ പാസാക്കി. 1834 മെക്കാളെ നിയമ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ്, IPCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭു. ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത് 1862 ജനുവരി മാസം 1-ാം തീയതി. ഡേറ്റ് മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1862 ജനുവരി 1-ന് ശേഷമല്ലേ ഇന്ത്യയിൽ എന്താ ആരംഭിച്ചിട്ടുണ്ടാവുക? മജിസ്ട്രേറ്റ് കോടതികൾ രൂപീകരിച്ചിട്ടുണ്ടാവുക, അഥവാ ക്രിമിനൽ കോടതികൾ രൂപീകരിച്ചിട്ടുണ്ടാവുക. നമ്മള് ഗവർണർ ജനറൽമാർ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺവാലിസ് പ്രഭുവിനെ കുറിച്ച്, അല്ലെ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾക്ക് തുടക്കം കുറിച്ചത് കോൺവാലിസ് പ്രഭു. വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾക്ക് തുടക്കം കുറിച്ചത് കോൺവാലിസ് പ്രഭു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ആ സമയത്ത് മജിസ്ട്രേറ്റ് കോടതികളില്ല. മജിസ്ട്രേറ്റ് കോടതികൾ നിലവിൽ വരുന്ന എപ്പോഴാണ്? കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്ത് ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ നിലവിൽ വന്നതിന് ശേഷമാണ്. കാരണം ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന തട്ടിലെ കോടതിയാണ്, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന താഴ്ന്ന തട്ടിലെ കോടതിയാണെന്ത്? മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതികൾക്ക് തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ ക്രിമിനൽ കോടതികൾക്ക് തുടക്കം കുറിക്കുന്നത് എപ്പോഴാണ്? 1862 മുതലാണ് എന്ന കാര്യം ഓർമ്മിക്കുക. അതിനു മുമ്പ് വരെ ഇന്ത്യയിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? സിവിൽ കോടതികൾ. വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾ ആരംഭിച്ചത്, അഥവാ മുൻസിഫ് കോടതി എന്ന സിവിൽ കോടതിയും ജില്ലാ കോടതി എന്ന സിവിൽ കോടതിയും ആരംഭിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത് ആരുടെ കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ആരുടെ കാലഘട്ടത്തിൽ നിന്ന് പറയാം? കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ നിന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്ന 1862 എന്ന് പറയാം. ക്ലിയർ? ഇന്ത്യൻ പീനൽ കോഡിൽ ആകെ 23 അധ്യായങ്ങളും 511 വകുപ്പുകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണ് അടിമക്കച്ചവടം 1862 നിരോധിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണ് അടിമക്കച്ചവടം 1862 നിരോധിക്കുന്നത്. എന്നാൽ അപ്പോഴും മനസ്സിലുണ്ടാവണം, ഇന്ത്യയിൽ അടിമത്ത നിയമം പാസ്സാക്കിയതെന്നാണ് 1843 എല്ലൻ ബറോയുടെ കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം പഠിച്ച ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി വകുപ്പ് തല ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് കാനിങ് പ്രഭു ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? ആ കാനിങ് പ്രഭു വകുപ്പ് തല ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചതെങ്കിലും ആര് അത് പാസ്സാക്കണം? ആര് അംഗീകരിക്കണം? ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിക്കണമെന്ന് പറഞ്ഞു, അല്ലെ? യെസ്, അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടോ. 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം പാസ്സാക്കി. 1861 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ കൗൺസിൽ നിയമം പാസ്സാക്കി. ഈ ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച് പ്രവിശ്യകളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചു. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാണ് അംഗങ്ങളായി വരിക. ഇനി ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാലോ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അംഗങ്ങളായിട്ട് വരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവർ അംഗങ്ങളായി വരുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ അംഗങ്ങളായി വരുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. ഓക്കെ, അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ഒരു അംഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? MLC, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ വരുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് വിളിക്കും? MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. MLA മാരെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ലേ? കേരളത്തെ സംബന്ധിച്ചിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആന്ധ്രാപ്രദേശോ അല്ലെങ്കിൽ നമ്മുടെ ജാർഖണ്ഡോ ഒക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എന്താണുള്ളത്? നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാ. അതുകൊണ്ട് ആ ആൾക്കാരെ നമ്മൾ എന്തെന്ന് വിളിക്കും? MLC എന്ന് വിളിക്കും. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയില് നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് രൂപീകരിക്കുക. ആ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാണ് അംഗങ്ങളായി വരിക. അപ്പൊ PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ
ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് ഏത് നിയമമനുസരിച്ച്? 1861 ഇന്ത്യൻ കൗൺസിൽ നിയമമനുസരിച്ച്. ആ വാക്കിൽ തന്നെ കിട്ടും. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചതെന്ന് എന്നാണ് ചോദ്യമെങ്കിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിക്കുക. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ലേ, അപ്പൊ അവിടെ ഇലക്ഷൻ നടത്തണ്ടേ? ഇലക്ഷൻ നടത്തണം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇലക്ഷൻ നടത്തിയോ? നടത്തി. ഏത് വർഷം? 1937 ഇലക്ഷൻ നടത്തുകയും ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ സ്ഥാപിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യ നമ്മൾ പിന്നീട് പോകുമ്പോൾ പഠിക്കും എങ്കിലും 1937 തിരഞ്ഞെടുപ്പിലൂടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്ഥാപിച്ചു. ആ സമയത്ത് ഇന്ത്യയിൽ എത്ര പ്രവിശ്യകൾ ഉണ്ടായിരുന്നു? 11 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. 9 പ്രവിശ്യകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും 2 പ്രവിശ്യകളിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുമാണ് എന്ത് ചെയ്യുന്നത്? ഭരണം സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ചെറിയൊരു വാക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കണം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് ഏത് നിയമമനുസരിച്ച്? 1861 ഇന്ത്യൻ കൗൺസിൽ നിയമമനുസരിച്ച്. ഈ നിയമത്തിന് ഒരു അംഗീകാരം കൂടെ നൽകി. എന്നാണ്? വകുപ്പ് തല ഭരണ സംവിധാനത്തിന് അംഗീകാരം നൽകി. അപ്പൊ PSCയുടെ ചോദ്യം എന്താ? വകുപ്പ് തല ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ആര്? കാനിങ് പ്രഭു. വകുപ്പ് തല ഭരണ സംവിധാനത്തിന് അംഗീകാരം നൽകിയത് ഏത് നിയമം? 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം. ഈ വകുപ്പ് തല ഭരണ സംവിധാനത്തെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇങ്ങനെ വിളിച്ചു പോർട്ട്ഫോളിയോ സമ്പ്രദായം. അതായത് അധികാരം വിഭജിച്ച് നൽകുന്നത്. ഓക്കെ, അപ്പൊ പോർട്ട്ഫോളിയോ സമ്പ്രദായം അഥവാ വകുപ്പ് തല ഭരണ സംവിധാനത്തിന് അംഗീകാരം നൽകിയത് ഏത് നിയമം അനുസരിച്ച്? 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം. പോർട്ട്ഫോളിയോ സമ്പ്രദായം അഥവാ വകുപ്പ് തല ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ച ആദ്യ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? കാനിങ് പ്രഭു. ക്ലിയർ ആണ്. ഇനി പ്രവിശ്യകളിൽ പോലീസ് വകുപ്പിന് തുടക്കം കുറിച്ചത് 1861 ഇന്ത്യൻ കൗൺസിൽ നിയമപ്രകാരം. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവിശ്യകളിൽ പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച് ആരാ? കാനിങ് പ്രഭു. 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച് കാനിങ് പ്രഭു. അപ്പൊ 1861 ഇന്ത്യൻ കൗൺസിൽ നിയമത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. എന്തൊക്കെയാണ് പഠിച്ചത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? യെസ്, 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം പാസ്സാക്കുന്നത് ആരുടെ കാലഘട്ടത്ത്? കാനിങ് പ്രഭു എന്ന വൈസ്രോയുടെ കാലഘട്ടത്ത്. ഈ നിയമം അനുസരിച്ച് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: പ്രവിശ്യകളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചു. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാണ്, മനസ്സിലുണ്ടാകുന്നത്. 2, വകുപ്പ് തല ഭരണ സംവിധാനം ആൾറെഡി ആരംഭിച്ചിരുന്നു? കാനിങ് പ്രഭു ആരംഭിച്ചിരുന്നു. അതിന് അംഗീകാരം നൽകി. ഈ വകുപ്പ് തല ഭരണ സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പോർട്ട്ഫോളിയോ സമ്പ്രദായം എന്ന് വിളിക്കുക. അപ്പോൾ പോർട്ട്ഫോളിയോ സമ്പ്രദായം ആരംഭിച്ചത് അല്ലെങ്കിൽ അംഗീകാരം നൽകിയത് ഏത് നിയമം? 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം. ആരുടെ കാലഘട്ടത്ത്? കാനിങ് പ്രഭുവിന്റെ. പ്രവിശ്യകളിൽ പ്രത്യേക പോലീസ് വകുപ്പ് ആരംഭിച്ചത് ഏത് നിയമം അനുസരിച്ച്? 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് പറയുന്നു, 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം പാസാക്കി. 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം പാസാക്കി. ഹൈക്കോടതി നിയമം പാസാക്കിയിട്ടേ ഉള്ളൂ. ഹൈക്കോടതി നിലവിൽ വരുന്നത് പിന്നീടാണ് കേട്ടോ. അപ്പൊ ഹൈക്കോടതി നിയമം പാസാക്കിയത് ആരുടെ കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചാൽ ആരുടെ കാലഘട്ടത്തിൽ എന്ന് പറയണം? കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ എന്ന് പറയണം. 1861 പുരാവസ്തു സർവേക്ക് തുടക്കം കുറിച്ചു. പുരാവസ്തു സർവേക്ക് തുടക്കം കുറിച്ചു എന്നാ പറഞ്ഞേ. അതിന്റെ അപ്പുറത്ത് വകുപ്പൊന്നും ചേർത്ത് കളയരുത്, തെറ്റാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി പുരാവസ്തു വകുപ്പ് ആരംഭിച്ചത് 1904 കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്താണ്. ഇവിടെ വകുപ്പ് എന്ന് പറയാൻ പാടില്ല. പുരാവസ്തു സർവേക്ക് തുടക്കം കുറിച്ചു. പുരാവസ്തു സർവേക്ക് തുടക്കം കുറിച്ചു ആരുടെ കാലഘട്ടത്തിൽ? 1861 കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. എന്നാൽ പുരാവസ്തു വകുപ്പ് ആരംഭിച്ചത് 1904 കഴ്സൺ പ്രഭുവാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അത് പഠിക്കും. ക്ലിയർ? ഇനി ഈ പുരാവസ്തു സർവേ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഗവേഷണം ആരംഭിച്ചു എന്നർത്ഥം. ആ ഗവേഷണം ആരംഭിച്ച് അവിടെ നിന്ന് കണ്ടെത്തുന്ന സാധനങ്ങൾ സംരക്ഷിക്കണമെങ്കിലല്ലേ വകുപ്പിന്റെ ആവശ്യമുള്ളൂ, അല്ലെ? അങ്ങനെ പുരാവസ്തു സർവേ 1861 ആരംഭിച്ചു. അതിന്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി. അതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 1904 എന്താരംഭിച്ചു? വകുപ്പ് ആരംഭിച്ചു. അതാണ് നമ്മൾ പറയുക. ആൻഷ്യന്റ് മോണുമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കുകയും ആൻഷ്യന്റ് മോണുമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കുന്നതിന്റെ ഫലമായിട്ട് പുരാവസ്തു വകുപ്പ് ആരംഭിക്കുകയും ചെയ്യുന്നത് കഴ്സൺ പ്രഭുവാണ്.
വൈസ്രോയിമാർ പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും. എങ്കിലും ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ കേട്ടോ. ഞാൻ എഴുതുന്നില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പൊ പുരാവസ്തു സർവേ ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്തിൽ? കാനിങ് ബ്രൂഫിന്റെ കാലഘട്ടത്തിൽ. കാനിങ് ബ്രൂഫ് എന്ന് പറയുന്നത് സൈനിക മേധാവിയാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് ചരിത്രം പഠിക്കാൻ അറിയാമോ? ഇല്ല. അപ്പോ ഈ ചരിത്രം പഠിക്കാൻ വേണ്ടി വേറൊരാളെ കൊണ്ടുവന്നു. ആരാ? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. 1861 കാനിങ് ബ്രൂഫിന്റെ കാലഘട്ടത്തിൽ പുരാവസ്തു സർവേ ആരംഭിച്ചു. ആ പുരാവസ്തു സർവേക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. അതുകൊണ്ട് അലക്സാണ്ടർ കണ്ണിംഗ്ഹാമിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. എന്തുകൊണ്ട്? കാനിങ് ബ്രൂഫിന്റെ കാലഘട്ടത്തിൽ 1861 പുരാവസ്തു സർവേക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആയിരുന്നു. സിമ്പിൾ അല്ലേ? മറക്കില്ല എന്ന് കരുതിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ആണേ. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ കാനിങ് ബ്രൂഫിനെ കുറിച്ചുള്ള ബാക്കി വസ്തുതകളാണ് പഠിച്ചത്. അതൊന്ന് റിവിഷൻ ചെയ്തിട്ട് പോരാം. യെസ്. കാനിങ് ബ്രൂഫിന്റെ കാലഘട്ടത്തിന്റെ ആദ്യ കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ബാക്കി നമ്മളിപ്പോൾ പഠിക്കും അല്ലെ? 1860 ഏപ്രിൽ 7 ഇന്ത്യക്ക് വേണ്ടി ആദ്യമായ ഒരു ബജറ്റ് അവതരിപ്പിച്ചത് കാനിങ് ബ്രൂഫിന്റെ കാലഘട്ടത്തിൽ. ബജറ്റ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആയിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ചത് 1869. ബജറ്റ് എന്ന് പറയുമ്പോൾ ഓരോ വകുപ്പിനും പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? നയരൂപീകരണം നടത്തണം, വരവ് ചിലവ് കണക്കാക്കണം അല്ലെ? ആ വകുപ്പുകള് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ചപ്പോഴാണ് 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച്. അപ്പൊ അങ്ങനെ കുറെ ഡിലേ വന്നു. അതുകൊണ്ടാണ് 1860 ഏപ്രിൽ 7 അവതരിപ്പിച്ച ബജറ്റ് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി പ്രാവർത്തികമാക്കുന്നത് എന്ന് 1869. ഓക്കെ. 1860 ആദായ നികുതി വകുപ്പ് അല്ലെങ്കിൽ ആദായ നികുതിക്ക് തുടക്കം കുറിച്ചത് കാനിങ് ബ്രൂഫിന്റെ കാലഘട്ടത്തിൽ. ഓർമ്മയുണ്ടാകണം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി വരുമാന നികുതിക്ക് തുടക്കം കുറിച്ചത് 1858 കാനിങ് ബ്രൂഫിന്റെ കാലഘട്ടത്തിലാണ്. 1860 ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ രൂപീകരിച്ചു അഥവാ പാസാക്കി. 1834 മെക്കാളെ നിയമ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ രൂപീകരിക്കുന്നത്. മെക്കാളെ നിയമ കമ്മീഷനെ നിയമിച്ചത് 1834 ആരാണ്? വില്യം ബെന്റി പ്രൂഫാണ് അല്ലെ? ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രൂഫാണ്. ഇന്ത്യൻ പീനൽ കോഡ് പ്രാബല്യത്തിൽ വന്നത് അഥവാ നിലവിൽ വന്നത് 1862 ജനുവരി 1 മുതൽ. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണെന്ത്? ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാ? മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കോടതികൾ അഥവാ മജിസ്ട്രേറ്റ് കോടതികൾ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിക്കുന്നത്, അതുകൊണ്ട് ഏത് വർഷം എന്ന് പറയാം? 1862 മുതൽ എന്ന് പറയാം. അതുവരെ സിവിൽ കേസുകൾ മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സിവിൽ കോടതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 23 അധ്യായങ്ങളും 511 വകുപ്പുകളുമാണ് ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ ഉൾക്കൊള്ളിച്ചിരുന്നത്. അത് തന്നെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഉപയോഗിച്ചത്. അതിന് പകരമായി 2023 എന്ത് കൊണ്ടുവരിക? ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവരിക. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അടിമക്കച്ചവടം നിരോധിച്ചത് 1862. ഓർമ്മയുണ്ടാകണം, ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കുന്നത് 1843 എല്ലൻ ബറോയുടെ കാലഘട്ടത്തിൽ. 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം പാസാക്കി. 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം പാസാക്കി. പ്രവിശ്യകളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുന്നു. പ്രവിശ്യകൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അത് മനസ്സിലുണ്ടാകട്ടെ. 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ചാണ് വകുപ്പുതല ഭരണ സംവിധാനത്തിന് അംഗീകാരം നൽകിയത്. ഈ വകുപ്പുതല ഭരണ സംവിധാനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? പോർട്ട്ഫോളിയോ സമ്പ്രദായം എന്ന് വിളിക്കാറുണ്ട്. പ്രവിശ്യകളിൽ പോലീസ് വകുപ്പ് ആരംഭിച്ചത് 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ചതാണ്. 1861 കാനിങ് ബ്രൂഫിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഹൈക്കോടതി നിയമം പാസാക്കി. 1861 പുരാവസ്തു സർവേക്ക് തുടക്കം കുറിച്ചു. ആ പുരാവസ്തു സർവേക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആയിരുന്നു. അതുകൊണ്ട് അലക്സാണ്ടർ കണ്ണിംഗ്ഹാമിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിച്ചു? ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിച്ചു. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിച്ചു. ഓക്കെ അല്ലെ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത വൈസ്രോയിയെ കുറിച്ച്. എൽജിൻ പ്രഭു ഒന്നാണ്. എൽജിൻ ഫസ്റ്റും ഉണ്ട്, എൽജിൻ സെക്കൻഡും ഉണ്ട് കേട്ടോ. എൽജിൻ സെക്കൻഡ് നമ്മൾ പഠിക്കും. നിങ്ങൾക്ക് എൽജിൻ സെക്കൻഡ് അധികം അറിയില്ലായിരിക്കും, കാരണം നിങ്ങൾ അധികം പഠിക്കാത്തതാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ എൽജിൻ പ്രഭു ഒന്നാണ്, ലോർഡ് എൽജിൻ ഫസ്റ്റ്. അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയെ സേവനം ചെയ്തത് 1862 മുതൽ 64 വരെ. ചുരുക്കി പറഞ്ഞാൽ 1862 ആദ്യ ഘട്ടത്തിൽ സേവനം ചെയ്ത് കാനിങ് ബ്രൂഫാണ്. അവസാന ഘട്ടത്തിൽ സേവനം ചെയ്ത ആരാ? എൽജിനുമാണ്.
സംശയം ഉണ്ടാവരുത്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് കേട്ടോ. കാരണം 1862 ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ പ്രാബല്യത്തിൽ വന്നത് ജനുവരി 1 തീയതി കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ്. 1862 ആദ്യ പകുതി വരെ ആരായിരുന്നു? കാനിങ് ആയിരുന്നു. രണ്ടാമത്തെ പകുതിയിലാണ് ആര് വരിക? എൽജിൻ പ്രഭു കേട്ടോ. അപ്പൊ എൽജിൻ പ്രഭു കാലയളവ് 1862 മുതൽ 64 വരെ. 1862 കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ ആരംഭിച്ചു. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ ആരംഭിച്ചത് എൽജിൻ പ്രഭുവിന്റെ കാലഘട്ടം. എന്നാൽ ഇന്ത്യൻ ഹൈക്കോടതി നിയമം പാസാക്കിയത് ആരുടെ കാലഘട്ടത്താ? കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്ത്. ഏത് വർഷം? 1861. മാറിപ്പോകരുത്. ഓക്കെ. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതികൾ ആരംഭിക്കുന്നത് എൽജിൻ ഒന്നാമന്റെ കാലഘട്ടത്ത്. എവിടെയൊക്കെ? കൽക്കട്ട, ബോംബെ, മദ്രാസ്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി ആരംഭിച്ചത് എവിടെ? കൽക്കട്ടയിൽ 1862. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല ആരംഭിച്ചത് എവിടെ? കൽക്കട്ടയിൽ 1887. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് എവിടെ? കൽക്കട്ടയിൽ 1835. മറക്കില്ലല്ലോ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ ആരംഭിച്ചു 1835. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല ആരംഭിച്ചു 1857 കൽക്കട്ടയിൽ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി ആരംഭിച്ചത് കൽക്കട്ടയിൽ തന്നെ 1862. എന്നാൽ ഇന്ത്യയിലെ ഹൈക്കോടതി നിയമം പാസാക്കിയത് ആരുടെ കാലഘട്ടത്താണ്? കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി മുൻസിഫ് കോടതികളും ജില്ലാ കോടതികളും ആരംഭിച്ചതാര്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി മുൻസിഫ് കോടതികളും ജില്ലാ കോടതികളും ആരംഭിച്ചതാര്? കോൺവാലിസ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാൾ പ്രവിശ്യയിൽ ആദ്യമായി സുപ്രീം കോടതി ആരംഭിച്ചതാര്? വാറൻ ഹേസ്റ്റിംഗ്സ് പ്രഭു അല്ലെ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാൾ പ്രവിശ്യയിൽ ആദ്യമായി സുപ്രീം കോടതി ആരംഭിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് 1774. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മുൻസിഫ് കോടതികളും ജില്ലാ കോടതികളും ആരംഭിച്ചത് കോൺവാലിസ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ക്രിമിനൽ കോടതികൾ അഥവാ മജിസ്ട്രേറ്റ് കോടതികൾ ആരംഭിച്ചത് കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്ത് ഇന്ത്യൻ പീനൽ കോഡ് പ്രാബല്യത്തിൽ വന്ന 1862. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതികൾ ആരംഭിച്ചത് എൽജിൻ പ്രഭുവിന്റെ കാലഘട്ടത്ത് 1862. മറക്കരുത്. ഇന്ത്യൻ ഹൈക്കോടതി നിയമം പാസാക്കിയത് 1861 കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്ത്. ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതികൾ ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്ത്? എൽജിൻ ഒന്നാമന്റെ കാലഘട്ടത്ത്. 1863 വഹാബി പ്രസ്ഥാനത്തെ അമർച്ച ചെയ്തത് എൽജിൻ പ്രഭുവിന്റെ കാലഘട്ടത്താണ്. എന്താണ് ഈ വഹാബി പ്രസ്ഥാനം? ഇസ്ലാം മതപണ്ഡിതന്മാര് നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു വഹാബി പ്രസ്ഥാനം. ഇസ്ലാം മതവിശ്വാസികളുടെ ആചാരങ്ങളെ ആര് എതിർക്കുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് എതിർക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ, അതായത് 1800-കളിലാണ് എന്താരംഭിച്ചേ? വഹാബി പ്രസ്ഥാനം ആരംഭിക്കുക. ഇസ്ലാം മത പണ്ഡിതന്മാർ മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളുടെ ആചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രസ്ഥാനമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ആശയപരമായിട്ടാണ് പ്രസ്ഥാനമെങ്കിലും പിൽക്കാലത്ത് അത് പലപ്പോഴും പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് മാറിയപ്പോൾ എൽജിൻ പ്രഭുവിന്റെ കാലഘട്ടത്ത് എന്ത് ചെയ്തു? വഹാബി പ്രസ്ഥാനത്തെ അമർച്ച ചെയ്തു. ഈ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മൾ പ്രക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ച് നമ്മൾ വിശദമായി തന്നെ പഠിക്കും. അപ്പൊ എൽജിൻ ഒന്നാമൻ കാലയളവ് 1862 മുതൽ 1864 വരെ. 1862 കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ ആരംഭിച്ചത് എൽജിൻ പ്രഭുവിന്റെ കാലഘട്ടത്ത്. 1863 വഹാബി പ്രസ്ഥാനം അമർച്ച ചെയ്തത് ആരുടെ കാലഘട്ടത്തിൽ തന്നെ? എൽജിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ തന്നെ. അപ്പോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ. അപ്പോ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് നമ്മൾ പഠിച്ചതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ബംഗാൾ പ്രവിശ്യയിലെ സുപ്രീം കോടതി ആരംഭിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സിവിൽ കോടതികളായ മുൻസിഫ് കോടതികളും ജില്ലാ കോടതികളും അല്ലെങ്കിൽ വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾ ആരംഭിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. രണ്ടും മറക്കില്ലല്ലോ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി ആരംഭിച്ചത് ബംഗാൾ പ്രവിശ്യയിൽ കൽക്കട്ടയിൽ ആരാ? വാറൻ ഹേസ്റ്റിംഗ്സ് 1774. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സിവിൽ കോടതികൾ മുൻസിഫ് കോടതികളും ജില്ലാ കോടതികളും ആരംഭിച്ചത് കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടത്ത് 1793 കോൺവാലിസ് കോഡിന്റെ അടിസ്ഥാനത്തിൽ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ക്രിമിനൽ കോടതികൾ ആരംഭിച്ചത് അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റ് കോടതികൾ ആരംഭിച്ചത് 1862 കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്ത് ഇന്ത്യൻ പീനൽ കോഡ് പ്രാബല്യത്തിൽ വന്നപ്പോൾ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതികൾ ആരംഭിച്ചത് എൽജിൻ പ്രഭുവിന്റെ കാലഘട്ടത്ത് 1862. എന്നാൽ ഇന്ത്യൻ ഹൈക്കോടതി നിയമം പാസാക്കിയത് 1861 കാനിങ് പ്രഭുവിന്റെ കാലഘട്ടമാണ്. മറക്കരുത്, വളരെ പ്രാധാന്യമുണ്ട്.
ചരിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് PSC ചോദിക്കും. അതോടൊപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നും PSC ചോദിക്കും. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹൈക്കോടതികളും കീഴ്ക്കോടതികളെയും കുറിച്ച് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമേഖലയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരിക. തുടർന്ന് ബാക്കി വൈസ്രോയിമാരെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ വ്യക്തമായി തന്നെ പഠിച്ചുറപ്പിക്കും. പ്രിയ ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കുക. കൃത്യമായി പരിശോധിച്ചുറപ്പിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകുക. കാരണം ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടി വരും. ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും നമുക്ക് മുന്നോട്ട് മനസ്സിലാക്കി പഠിച്ചുറപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികൾ, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം ഓരോ ക്ലാസ്സിന്റെ മാതൃകാ ചോദ്യങ്ങൾ ക്വിസസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുകയും വേണം. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. ഗുഡ് ലക്ക്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.